കണിക്കൊന്നകൾ നിറഞ്ഞ വിഷു ആഘോഷങ്ങളുടെ നിറവിലാണ് മലയാളികൾ. ഈ വിഷു ആഘോഷങ്ങളുടെ നിറവിൽ നമുക്കൊപ്പം നിരവധി അതിഥികൾ ജനൻ്റെയൊപ്പം ചേരുന്നുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രശസ്ത പിന്നണി ഗായകൻ ബിജു നാരായണനാണ്. പ്രത്യേക പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ബിജു നാരായണൻ കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ സ്വര മാധുര്യയിലൂടെ തന്നെയാണ് നമ്മൾ അദ്ദേഹത്തെ തിരിച്ചറിയുകയും ചെയ്യുന്നത്. ബിജുട്ടാ, സന്തോഷം. ഈ വിഷു ദിനത്തിൽ അല്ലെങ്കിൽ വിഷു സമയത്ത് ജനം ടി വിയുടെ ഒരു പ്രോഗ്രാമായിട്ട് സംവദിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ പ്രധാനമായി ഈ ഒരു സമയത്ത് വലിയ വിഷുവിൻ്റെ ഒരു ഓർമ്മകൾ അതെല്ലാവർക്കും ഉള്ളതാണ്. വിഷുവിൻ്റെ ഓർമ്മകൾ, വിഷു ഓർമ്മകൾ എങ്ങനെയാണ് ഓരോരുത്തരും പങ്കുവയ്ക്കുന്നത് എന്ന് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം. അത് എങ്ങനെയായിരുന്നു വിഷുവിൻ്റെ ഒരു വിഷു ഓർമ്മകളിലൂടെ തന്നെ നമുക്ക് ആദ്യം അങ്ങോട്ട് പോകാം. കുട്ടിക്കാലം തൊട്ടിട്ട് പോകുമ്പോൾ വിഷു ഓർമ്മകൾ എങ്ങനെയാണ് ആദ്യം മനസ്സിലേക്ക്? സത്യം പറഞ്ഞാൽ ഞാൻ കുട്ടിക്കാലത്ത് ഏറ്റവും അധികം എനിക്ക് ഇഷ്ടമുള്ളതും ആഘോഷിക്കാൻ താല്പര്യമുണ്ടായ ഒരു ആഘോഷം എന്ന് പറയുകയാണെങ്കിൽ വിഷു ആയിരുന്നു. എനിക്ക് ഓണത്തെക്കാളും അല്ലെങ്കിൽ മറ്റെന്തിനേക്കാളും ക്രിസ്മസോ അതിനേക്കാളൊക്കെ വിഷു മെയിൻ രണ്ട് കാര്യമാണ്. ഒന്ന്, പടക്കം പൊട്ടിക്കുക എന്നുള്ളത്. കാരണം നമുക്ക് ആ ഒരു സമയത്ത് മാത്രമേ ഒരു വർഷത്തിൽ അതിനുള്ളൊരു സ്വാതന്ത്ര്യമുള്ളൂ, സാധ്യതയുള്ളൂ. പിന്നെ ഒന്നെന്ന് പറയുകയാണെങ്കിൽ പൈസ കിട്ടുന്ന കാര്യം, അതും ആ വർഷത്തിലൊരിക്കലേ നമുക്ക് അങ്ങനെ ഒരു എമൗണ്ട് കിട്ടാനും, അത് എത്രയോ ആയിക്കോട്ടെ. എന്നാലും അന്നൊക്കെ എല്ലാം കൂടി കൂട്ടി ആ കാലഘട്ടത്തിലൊരു 10-50 രൂപയൊക്കെ എങ്ങനെയാലും, ഒരു 100 രൂപയ്ക്ക് താഴെയൊക്കെ എങ്ങനെയാലും കിട്ടും. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അതിന് വലിയ എമൗണ്ടാണ്. അവർക്കൊക്കെ നേരെ ബാഗിൽ കൊണ്ടിടാവുന്ന എമൗണ്ടുകളൊക്കെ, അതെ അതെ, നമുക്കത് വലിയ കാര്യമാണല്ലോ. നോട്ടുകൾ അന്നൊരു ഒരു റുപ്യ നാണയം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു വാല്യൂവും നമുക്ക് അതിൽ ഒത്തിരി സന്തോഷമായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് വിഷു ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ആഘോഷവും. പിന്നെ നമ്മൾ 2-3 ദിവസം ആയിട്ട് തന്നെ, ഇപ്പോൾ വിഷുവിൻ്റെ അന്നോ തലേന്ന് മാത്രമല്ല, അത് കഴിഞ്ഞാലും അല്ലെങ്കിൽ അതിന് മുന്നേ 3-4 ദിവസം മുമ്പ് തന്നെ പടക്കം പൊട്ടിക്കലൊക്കെ തുടങ്ങും. അപ്പോൾ അതൊക്കെ ഞാൻ രവിപുരത്തായിരുന്നു, എറണാകുളത്ത് രവിപുരം. അവിടെയാണ് നിങ്ങളുടെ തറവാട്. കൂട്ടുകുടുംബമായിരുന്നു, ഒരുപാട് പേരൊക്കെ? കൂട്ടുകുടുംബമല്ല, പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയാണ് എൻ്റെ ബന്ധുക്കളൊക്കെ ഉള്ളത്, പ്രായക്കാരായ ആളുകളെ. അതെ 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 അതെ. പക്ഷേ പടക്കം പൊട്ടിക്കലൊക്കെ ഞാനും ചേട്ടനും അച്ഛനും ഒക്കെ ചേർന്നിട്ട് തന്നെയായിരിക്കും. കാരണം എല്ലാവരും അവരവരുടെ വീടുകളിൽ ആഘോഷമായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ചിലപ്പോൾ അവരെല്ലാം ഒരുമിച്ച് വന്നിട്ടും ഉണ്ടാവാറുണ്ട് ഇപ്പോഴും. പക്ഷേ ഇപ്പോൾ ഒന്നും സമയം കിട്ടാറില്ല. അതാണ്. ഇപ്പോൾ മക്കൾ പക്ഷേ ആഘോഷിക്കാറുണ്ട്. പക്ഷേ മക്കളെന്നൊക്കെ പറഞ്ഞാൽ വലിയ പിള്ളേരാണല്ലോ. അന്നും ഈ പാട്ടിനോടുള്ള ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സംഗീതവാസനയുള്ള ഒരു കുടുംബമാണ്. അതെങ്ങനെയായിരുന്നു ചോദിച്ചിട്ട് ഇങ്ങനെ ആ ഒരു സംഗീത ലോകത്തേക്ക് എത്തി? പ്രത്യേകിച്ച് ആ ഒരു കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ ആരെങ്കിലും പ്രത്യേകിച്ച് തള്ളിവിടേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും എങ്ങനെയാണ് ഈ വന്ന് ചേർന്നത് കുഞ്ഞു മുതൽ ആ സംഗീത ലോകത്തേക്ക്? അമ്മ തന്നെയാണ്, അമ്മ മുഖേനയാണ്, അമ്മ വഴിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സംഗീതം പകർന്നു കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വെച്ചാൽ ചേച്ചി ആദ്യം, പിന്നെ ഞാൻ, പിന്നെ ചേട്ടനും പിന്നെ ഒരു സിസ്റ്ററും കൂടി ഉണ്ട്. പക്ഷെ അവർ സംഗീതം ആസ്വദിക്കും, ചെറുതായിട്ടൊക്കെ പാടും. ഞങ്ങൾ രണ്ടുപേരുമാണ് പ്രൊഫഷണലി ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്ററും ബ്രദറിലും പാടും. രണ്ടുപേരും TS രാധാകൃഷ്ണജിയുടെ ഒപ്പം വർഷങ്ങളായിട്ട് കൂടെ പാടുന്നുണ്ട്. ഉമാ വിനോദ്, അതുപോലെ വിനോദ് കുമാർ. ഞാൻ പിന്നെ പ്രീ-ഡിഗ്രിയൊക്കെ കഴിയുമ്പോൾ തന്നെ ഈ ഫീൽഡിലോട്ട് എത്തി. ട്രാക്കും കോറസും. പിന്നെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ വെങ്കലത്തിലെ 10 വെളുപ്പിന് എന്നുള്ള പാട്ട് പാടി സിനിമയിലേക്ക് കടന്നു. പിന്നെ പാട്ടുകൾ തന്നെ സംഗീതത്തിലൂടെയുള്ള യാത്രയാണ്, അല്ലാതെ വേറെ ഒന്നിലും അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. LLB പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ LLB എഴുതി തോറ്റതുകൊണ്ട് പിന്നെ 2 പ്രാവശ്യം തോറ്റു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് വിധിച്ചേക്കണ പരിപാടിയല്ല എന്ന്. പിന്നെ ഇതിൽ തന്നെ അങ്ങ് തുടക്കകാലത്ത് പോലും ഒരുപാട് ആരാധകരെ നേടിയെടുത്തു. പിന്നീട് എങ്ങനെയായിരുന്നു പിന്നീട് ആ സിനിമയിലേക്ക്? ഞാൻ വെങ്കലത്തിൽ 10 വെളുപ്പിന് പാടിയത് 92-ലാണ്, കോളേജിൽ പഠിക്കുന്ന സമയത്ത്. പിന്നെ ഒരു വർഷം ഗ്യാപ്പിന് ശേഷമാണ് സിനിമയിൽ സജീവമാകുന്നത്. ആദ്യത്തെ കൺമണി, പിന്നെ അനിയൻ ബാവ, ചേട്ടൻ ബാവ, പുതുക്കോട്ടയിലെ പുതുമണവാളൻ, സൂപ്പർമാൻ, മാന്ത്രികം, അങ്ങനെയാണ് ഒരു 93 മുതലാണ്. പിന്നെ 93-ൻ്റെ അവസാനം മുതലാണ് വളരെ സജീവമായിട്ട് പാടുന്നത്. ചിലപ്പോൾ 10 വെളുപ്പിനാണ് ഏറ്റവും ശ്രദ്ധേയനാക്കിയതെന്ന് പറഞ്ഞല്ലോ. ഒരുപാട് പേരെ ആ പാട്ട് ഏറെ ഇഷ്ടപ്പെട്ടു. തുടക്കക്കാരൻ എന്ന നിലയിൽ സംഗീത ലോകം അങ്ങനെ സ്വീകരിക്കാൻ തന്നെ ഒരു തുടക്കം എന്ന് പറയുന്നത് അതാണ്. ആ ഒരു 10 വെളുപ്പിനൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി കൂടി. പിന്നെന്താ? 10 വെളുപ്പിന് മുറ്റത്തു നിക്കണ് കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. 10 വെളുപ്പിന് മുറ്റത്തു നിക്കണ്
കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. നന്നായിരുന്നു. അതുപോലെ തന്നെ മറ്റ് ഏതൊക്കെ ഗാനങ്ങളാണ് മനസ്സിൽ വിചാരണ സംബന്ധിച്ചിടത്തോളം തങ്ങി നിൽക്കുന്ന? തുടക്ക കാലഘട്ടത്ത് ആ സമയത്ത് പത്ത് വെളുപ്പിന്, പിന്നെ അനിയൻ ബാവ ചേട്ടൻ ബാവയില് മഴവിൽ കൊടിയിൽ മണിമേഘം പോലെ നീ അഴകെ മനസ്സിൽ പൊന്നു ഞാലാടാൻ വാ, എൻ മാറിൽ നീ ഏതോ സംഗീതം മുത്തം പെയ്യാൻ വാ. ആ പാട്ടും ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കപ്പെട്ടൊരു പാട്ടായിരുന്നു. ഇഷ്ടപ്പെടുന്ന പാട്ടാണ്. ജയറാമിന്റെ. കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള അതെ അതെ പാട്ടാണ്. അതെ. അന്ന് ഭയങ്കര സിനിമയും ഭയങ്കര ഹിറ്റായിരുന്നു. അന്ന് 100 ദിവസം ഓടിയൊരു സിനിമയായിരുന്നു അനിയൻ ബാവ ചേട്ടൻ ബാവ. അപ്പോൾ അങ്ങനെ കുറേ ഗാനങ്ങൾ ഈ ഹിറ്റാകുന്ന സിനിമയിൽ പാടുമ്പോൾ തന്നെ ശ്രദ്ധിക്കപ്പെടുമല്ലോ. നാച്ചുറലി പാട്ട് ഹിറ്റാകും. അപ്പോൾ അത് അങ്ങനെ ഒരുപാട്. പിന്നെ ആദ്യത്തെ കൺമണിയിലെ പാട്ടുകളും ഹിറ്റായിരുന്നു. ശരിയാണ്. നമ്മുടെ ഈയിടെ അന്തരിച്ച ജയേട്ടൻ്റെ പാടിയ പാട്ടുണ്ട്, അമ്മാനത്തമ്പഴങ്ങ ചെമ്മാന ചെമ്പരുത്തി ഉണ്ണിക്കൊരു 100 കൂട്ടം മേളം. പിന്നെ ആ സിനിമയിൽ തന്നെ ചിത്രചേച്ചിയായിട്ട് മനസ്സിൽ കുളിര് കോരും ഇളം കതിരിൽ കതിരു തേടും, അങ്ങനെ പാട്ടുകൾ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയ ശേഷമാണ് ലാലേട്ടന് വേണ്ടി ആദ്യമായിട്ട് മാന്ത്രികം എന്ന സിനിമയിൽ പാടുന്നത്. കേളി വിപിനം വിജനം മേലേ ഇരുളും ഗഗനം. അപ്പം അത് പാടാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, ആദ്യത്തെ കൺമണിയും അനിയൻ ബാവ ചേട്ടൻ ബാവയും SP വെങ്കടേഷ് സാറായിരുന്നു മ്യൂസിക്. അപ്പോൾ വെങ്കടേഷ് സാറിൻ്റെ ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു ഈ പാട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹമാണ് മാന്ത്രികത്തിൻ്റെ സംവിധായകൻ, ശ്രീ തമ്പി കണ്ണന്താനം. അപ്പോൾ അദ്ദേഹത്തിനോട് പറയുകയും അങ്ങനെ ഈ പാട്ട് കിട്ടിയത്. കാരണം വെങ്കടേഷ് സാറിൻ്റെ ഒരുപാട് സിനിമകൾ പാടുന്ന സമയം, കാരണം രവീന്ദ്ര മാസ്റ്ററുടെ ആണ് രംഗത്ത് കൊണ്ടുവന്നെങ്കിലും ആ സമയത്ത് ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നത് വെങ്കടേഷ് സാറായിരുന്നു. അപ്പോൾ വെങ്കടേഷ് സാറിൻ്റെ ഒരു വർഷം അന്ന് ആ സമയത്തൊരു 10-25 സിനിമകളെങ്കിലും പാടും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ 90, 95, 96 അല്ലെങ്കിൽ ആ സമയത്തൊക്കെ. അപ്പോൾ വെങ്കടേഷ് സാറ് മുഖേന ഒരുപാട് സിനിമകൾ പാടിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അതൊക്കെ ഈ ദൈവത്തിൻ്റെ അതെല്ലാം എഴുതി വെച്ചിരിക്കുന്ന കാര്യം. ഞാനെപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മുടെ ലൈഫിൽ നല്ല കാര്യങ്ങളാണെങ്കിലും ചീത്ത കാര്യങ്ങളാണെങ്കിലും അതെല്ലാം അത് നേരത്തെ ഓൾറെഡി റിട്ടൺ ആണ്, എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിങ്ങനെ സംഭവിക്കുന്നു. അത് നമ്മൾ നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിലും സന്തോഷപൂർവ്വം സ്വീകരിക്കുക എന്നുള്ളതാണ്. ലൈഫിൽ എന്തൊക്കെ തിരിച്ചടികൾ നേരിട്ടാലും ശരി, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഭവിച്ചാലും ശരി, അതെല്ലാം ഒരേപോലെ നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. നേരിടുക എല്ലാം ഈശ്വര നിശ്ചയമാണ്. അതുപോലെ വിചാരണ പോലെ ഒരു കലാകാരൻ്റെ ഒരു വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ചത് എനിക്ക് തോന്നുന്നു മഹാരാജാസ് പോലൊരു കലാലയമാണ്. നഗര കേന്ദ്രത്തിലുള്ള ഒരു കലാലയമാണ്. പ്രത്യേകിച്ച് ഒരുപാട് സ്റ്റുഡിയോകൾക്കൊക്കെ അല്ലേ അടുത്ത് മാത്രമല്ല, അവിടെ ഒരുപാട് കലയെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. കലോത്സവങ്ങളിൽ പങ്കെടുക്കാനുള്ള സാധ്യതകൾ ഏറെയായിരുന്നു. അങ്ങനെ ഒരു സാധ്യതകൾ തന്നെയല്ലേ ഒരു കലാലയം തന്നെയല്ലേ മഹാരാജ്? ശരിക്കും ഒരു കലാകാരന്മാർക്ക് ഒരുപാട് എന്താ പറയുക, വളക്കൂറുള്ള മണ്ണുള്ളൊരു സ്ഥലമാണെന്ന് പറയാം. അപ്പോൾ മഹാരാജസിൻ്റെ ഒരു ആ ഒരു ആംബിയൻസ് ശരിക്കും തീർച്ചയായിട്ടും ഈ ഒരു രംഗത്തോട്ട് വരാൻ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ കോളേജ് പഠിക്കുമ്പോഴാണ് യൂണിവേഴ്സിറ്റിയിൽ പ്രൈസ് കിട്ടുന്നതും, ആ പ്രൈസ് കിട്ടുന്നതുകൊണ്ടാണ് ലളിതഗാനത്തിന് 1ാം സമ്മാനം കിട്ടുന്നതൊക്കെയാണ് ഈ സിനിമയിലേക്കുള്ളൊരു ചവിട്ടുപടിയായി മാറിയിട്ടുള്ളത്, അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള മാറിയിട്ടുള്ളത്. കോറസ് പാടിയാണ് തുടങ്ങുന്നത്. പിന്നെ ട്രാക്കുകൾ പാടി തുടങ്ങി. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എനിക്ക് തോന്നിയിട്ടുള്ളത്, എറണാകുളത്തെ എല്ലാ സ്റ്റുഡിയോസിൻ്റെയും അന്നത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റെക്കോർഡിംഗ് സ്റ്റുഡിയോസിൻ്റെ ഒക്കെ നടുവിലാണ് എൻ്റെ വീടും ഈ പറഞ്ഞ പോലെ നമ്മുടെ കോളേജും. ഒരുപാട് ഭക്തിഗാനങ്ങളും പാടിയിട്ടുണ്ട്. ക്രിസ്തീയ ഭക്തിഗാനങ്ങളുണ്ട്, ഹിന്ദു ഭക്തിഗാനങ്ങളുണ്ട്, മുസ്ലിം ഭക്തിഗാനങ്ങളെല്ലാം ഒരുപാട്. നമ്മുടെ സംസാരം തന്നെ വിഷുവിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചുള്ള ഒരുപാട് ഗാനങ്ങള് ഒത്തിരി പാടി സ്വരമാതിരിയിൽ ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ കാലഘട്ടങ്ങളിൽ എന്ന് പറയുകയാണെങ്കിൽ കാസറ്റാണ്, CD ഒക്കെ പിന്നീട് വന്നത്. അത് കാസറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കാസറ്റിലൊരു 10 പാട്ട് അല്ലെങ്കിൽ 9 പാട്ടുണ്ടാവും. അപ്പോൾ അന്നാണെങ്കിൽ അതിനകത്തൊരു 5-6 പാട്ടുകളൊക്കെ നമ്മളൊക്കെ തന്നെ ആയിരിക്കും. പിന്നീടാണ് ഈ ഓരോരുത്തരും ഓരോ പാട്ട് എന്നുള്ള രീതിയിലൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഭക്തിഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അത് പയ്യപ്പൻ്റെ ആണെങ്കിലും കൃഷ്ണൻ്റെ ആണെങ്കിലും ദേവി സ്തുതികളാണെങ്കിലും. പട്ടണക്കാട് പുരുഷോത്തമൻ എന്ന് പറഞ്ഞിട്ടൊരു സംഗീതജ്ഞൻ ഉണ്ടായിരുന്നു. അദ്ദേഹം നാടകത്തിൽ ഒരുപാട് സജീവമായിരുന്നു. നാടകത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മ്യൂസിക് ഡയറക്ടറും കൂടിയായിരുന്നു. അദ്ദേഹം എഴുതി സംഗീത സംവിധാനം നിർവഹിച്ചൊരു പാട്ടേയും പാടുകയുണ്ടായി, കൃഷ്ണനെക്കുറിച്ചിട്ടുള്ള. അത് പാടാം. ഒരു നേരം ഭഗവാനെ തൊഴുതുണരുമ്പോൾ ഓംകാര ബീജാക്ഷരിയാൽ മണമുണരും
പല നേരം ഹരികൃഷ്ണ മുഖപത്മദർശനം പരകോടി ജന്മ പുണ്യവരപ്രസാദം. ഒരു നേരം ഭഗവാനെ തൊഴുതുണരുമ്പോൾ ഓംകാര ബീജാക്ഷരിയാൽ മനമുണരും. അങ്ങനെയായിരുന്നു. മനസ്സിനെ സ്പർശിക്കുന്ന ഒരുപാട് അതെ, 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 ഗാനങ്ങൾ, അതെ. ഭക്തിഗാനങ്ങളിലാണെങ്കിലും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതെ. അതുപോലെ ഇച്ചിരി തുടക്കകാലത്ത് നിന്ന് പിന്നീട് ബീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഗായകൻ എന്ന നിലയ്ക്ക് മനസ്സിലുള്ള എപ്പോഴും അല്ല, പിന്നീട് ഉള്ള സിനിമയിലെ യാത്രയിൽ എനിക്ക് വലിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കി തന്ന പാട്ടാണ് നേരത്തെ പറഞ്ഞ കേളി വിപിനം എന്നുള്ള ലാലേട്ടന് വേണ്ടി പാടിയത്. അതേപോലെ തന്നെയാണ് സത്യം ശിവം സുന്ദരം സിനിമയിലെ സൂര്യനായി തഴുകി എന്നുള്ള പാട്ട്. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം, ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. ഈ പാട്ട് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട പാട്ടും ഒത്തിരി അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള പാട്ടാണ്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ പിന്നീട് ഒരുപാട് നല്ല ഗാനങ്ങൾ പാടാനുള്ളൊരു വഴിത്തിരിവായി. പിന്നീടാണ് ആ സമയത്ത് തന്നെ സമറിൻ ബദ്ലഹം എന്ന സിനിമയിലെ മാരിവില്യൻ ഗോപുരങ്ങൾ എന്നുള്ള പാട്ട്, പിന്നെ മറവത്തൂർ കനവ് എന്ന സിനിമയിലെ പാട്ട്, അതേപോലെ തന്നെ മധുരമമ്പരക്കാറ്റ് സിനിമയിലെ മുന്തിരിച്ചേലുള്ള പെണ്ണെ എന്നുള്ള പാട്ട്, അങ്ങനെ ഒത്തിരി ഗാനങ്ങൾ ആ സമയത്ത് പിന്നെ പാടുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ എനിക്കൊന്ന് പുതിയ സിനിമകളിലേക്ക് വരുമ്പോൾ ബീച്ചറിന് പഴയ പാട്ടുകളൊന്നും കൂടെ അല്ലേ ഇന്നത്തെ അതെ, കേസുകൾ. അതെ, അതെ, അതെ. എന്നാത്താൻ കേസ് കൂടെ ഈ പറഞ്ഞ പോലെ ഈ ഒരു അടുത്ത കാലത്ത് കിട്ടിയൊരു വലിയൊരു ഹിറ്റും എന്താ പറയുക, അതറിയാം, ഒരു വൈറൽ സോങ് ആയിരുന്നു ദേവദൂതർ പാടി എന്നുള്ളത്. അത് തീർച്ചയായും യാദൃച്ഛികമായിരുന്നു. കാരണം ഞാൻ ഒരു ദിവസം ഇങ്ങനെ ശരിക്കും പാട്ടുകൾ ചെയ്തിട്ടുള്ള ഡോൺ വിൻസെൻ്റ് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സിനിമയിൽ ഒരു പാട്ടുണ്ട്, അപ്പോൾ ഒരു പഴയൊരു പാട്ടാണ്, പണ്ട് ഇറങ്ങിയൊരു പാട്ടാണ്, അപ്പോൾ അത് ചേട്ടനൊന്ന് പാടാമോ എന്ന് വെച്ച് പറയും. പിന്നെന്താ സന്തോഷം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഈ പാട്ട് ഇതാന്ന് പറഞ്ഞു, പഴയ ദേവദൂതർ പാടി എന്നുള്ള പാട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ അവിടെ വന്നപ്പോഴാണ് ഈ സിനിമയാണ്, സിനിമയുടെ പേരും ചാക്കോച്ചൻ്റെ സിനിമയാണെന്നൊക്കെ അറിയണത്. ഈ പറഞ്ഞ പോലെ പാട്ട് നമുക്ക് അറിയാവുന്ന പാട്ടായതുകൊണ്ട് പെട്ടെന്ന് പാടി, 1 മണിക്കൂർ എടുത്തില്ല, പെട്ടെന്ന് പാടി തീർത്തു. പക്ഷേ അപ്പോഴും ഈ പാട്ട് ഇങ്ങനെ ഒരു ഹിറ്റാവും എന്നുള്ള സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. കാരണം ചാക്കോച്ചൻ്റെ ഈ ഡാൻസ് സ്റ്റെപ്പും പിന്നെ എന്താ പറയുക, ആളുകൾ ഇങ്ങനെ ഏറ്റെടുക്കുന്നു നമ്മൾ കരുതുന്നില്ലല്ലോ. കാരണം എത്രയോ പാട്ടുകൾ ഇങ്ങനെ ഇറങ്ങിപ്പോണു. അപ്പോൾ അതൊക്കെ വല്ലപ്പോഴും സിനിമയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കൊരു ആ ഒരു പാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഒരു 9 ദിവസം കൊണ്ടാണ് ഒരു കോടി ജനങ്ങൾ അത് കണ്ടിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ 1 മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ എടുക്കുമല്ലോ. ഇത് 9 ദിവസം കൊണ്ട് അത് റെക്കോർഡാണ്. അപ്പോൾ അതെല്ലാം എല്ലാം ദൈവത്തിൻ്റെ ഒരു നിശ്ചയമാണ്. പിന്നെന്താ, ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലീവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ, ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലീവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. കുട്ടികളെങ്ങനെ സംഗീതത്തോട് താല്പര്യമുണ്ടോ മക്കളുടെ കാര്യത്തിൽ? മക്കള് രണ്ടുപേരും സംഗീതം ഇഷ്ടമാണ്. മൂത്ത ആളെ ആക്ച്വലി ചെറുതായിട്ടൊക്കെ പാടുമായിരുന്നു, പക്ഷേ പിന്നീട് LLBക്ക് പോയി. LLB കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ വീണ്ടും മ്യൂസിക്കിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇപ്പോൾ അദ്ദേഹം പ്രോഗ്രാമിംഗ് പഠിക്കുകയാണ്. AR റഹ്മാൻ്റെ ഒരു ചീഫ് കീബോർഡിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒപ്പം ചെന്നൈയിൽ പഠിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആ കോഴ്സ് ഏകദേശം കഴിയാറായി. രണ്ടാമത്തെ ആൾ BCom ഫൈനൽ ഇയർ ആണ് തേവര കോളേജിൽ. അപ്പോൾ അവനും ഈ പറഞ്ഞ പോലെ ചെറുതായിട്ടൊക്കെ പാടും. ഈ ഒരു സംഗീതം നോക്കുമ്പോൾ പഴയ കാലവും ഇപ്പോഴത്തെ കാലവും തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം എന്താ തോന്നുന്നത് ആലാപന രംഗത്ത് നോക്കുമ്പോൾ? തീർച്ചയായിട്ടും നമ്മൾ ആലാപന രംഗത്താണെങ്കിലും ഈവൻ റെക്കോർഡിംഗ് ഫീൽഡാണെങ്കിലും പ്രോഗ്രാമാണെങ്കിലൊക്കെ ഒരുപാട് മാറ്റം വന്നു. നമ്മൾ ആ വന്ന ഒരു 10-30 വർഷം മുമ്പുള്ള കാലഘട്ടമല്ല ഇപ്പോൾ ആസ്വാദന ശൈലിയിലൊക്കെ ഒരുപാട് മാറ്റം വന്നു. ഇപ്പോൾ നമ്മൾ പ്രോഗ്രാമിന് പോയാലും പണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല പാട്ടുകൾ കേട്ട്, ഇപ്പോഴും നല്ല പാട്ട് കേൾക്കണ്ടെന്നല്ല, പക്ഷേ ഇപ്പോൾ ഒരു ട്രെൻഡ് അങ്ങ് മാറി. ഇപ്പോൾ നല്ല പാട്ടുകളൊപ്പം തന്നെ കുറേ കഴിയുമ്പോൾ കുറച്ച് അടിപൊളി പാട്ടുകളും, പിന്നെ പണ്ട് അടിപൊളി എന്നുള്ളൊരു അതൊന്ന് മാറി ഇപ്പോൾ വേറെ തരം ഒരു അടിപൊളി പാട്ടുകളാണ്. പാട്ടിന് പ്രാധാന്യം കുറയുന്നുണ്ട്. പ്രാധാന്യം സിനിമയിൽ കുറയുന്നുണ്ട്, സത്യമാണ്. കാരണം പണ്ടത്തെ പോലെ 5 പാട്ടോ 6 പാട്ടോ ഒന്നുമില്ല. അതിന് മുന്നേ 10 പാട്ടൊക്കെ ഉള്ള എത്രയോ സിനിമകളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ സിനിമയിൽ 1-2 പാട്ടേ ഉള്ളൂ. അതിൽ ചിലപ്പോൾ ഒരു പാട്ടായിരിക്കും മെയിനായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാനായിരിക്കും പലപ്പോഴും ശ്രമിക്കാറുള്ളത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ കാസറ്റ് രംഗവും അന്ന് ഞാനൊക്കെ വരുന്ന ഒരു കാലഘട്ടത്തെ പോലെ അല്ല ഇപ്പോൾ. പണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഇരുന്ന് ഒരുമിച്ചൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ. ഇന്നിപ്പോൾ നമ്മൾ വരുന്നു, ചിലപ്പോൾ ഒരു ഡ്യുവറ്റ് സോങ് ആണെങ്കിൽ ഫീമെയിൽ ചിലപ്പോൾ ആദ്യം പാടിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനാണ് ആദ്യം പാടുന്നെങ്കിൽ ഞാൻ പാടി ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഫീമെയിൽ സിംഗർ ഒന്ന് പാടുന്നത്. ഫ്ലൂട്ട് വായിക്കുന്ന ആർട്ടിസ്റ്റ് വേറെ ദിവസം ഒന്ന് വായിക്കുന്നു, വയലിൻ ഗ്രൂപ്പാണെങ്കിൽ അവർ വേറെ ദിവസം ഒന്ന് വായിക്കുന്നു, തബല വേറെ ദിവസം വായിക്കണം. അങ്ങനെ എല്ലാവരും ചേർന്ന് ഇരുന്നിട്ടുള്ള റെക്കോർഡിംഗ് ഒന്നും ഇപ്പോൾ ഇല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഉണ്ടാവും തോന്നണില്ല. പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ കുറേ കൂടി പെർഫെക്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ
വോയിസ് ആണെങ്കിലും ഇൻസ്ട്രുമെൻസ് ആണെങ്കിലും നമുക്ക് ഒരുപാട് വർക്ക് ചെയ്ത് അതിന് ഭയങ്കര പെർഫെക്റ്റ് ആക്കി എടുക്കാൻ പറ്റും. അവർ വായിക്കുന്നതാണെങ്കിലും മറ്റ് ടെക്നിക്കലി ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും. അപ്പോൾ പെർഫെക്ഷൻ കൂടിയിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു പഴയ കാലഘട്ടത്തിലെ ആ ഒരു സംഗീതം തന്നെയായിരുന്നു നമ്മൾ കുറച്ചും കൂടിയൊക്കെ ഇഷ്ടം. കാരണം അന്ന് വെച്ചാൽ പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ പോലും അന്നൊക്കെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരു സുഖമാണ്. പ്രത്യേകിച്ച് അത് ഇന്നിപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് രസമായിട്ട് തോന്നാറുണ്ട്. മലയാളം പാട്ടാണെങ്കിലും തമിഴാണെങ്കിലും ഒക്കെ. ഇന്നിപ്പോൾ പെർഫെക്ഷൻ കൂടുമ്പോഴോ ഒരു വല്ലാതൊരു ഒരു എന്താ പറയുക, ഒരു മെക്കാനിക്കലി വല്ലാത്തൊരു ഓവർ പെർഫെക്ഷൻ ആയാലും പ്രശ്നമാണല്ലോ. അപ്പോൾ അതൊക്കെ പിന്നെ എന്താ പറയുക, ടോൺസൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു. പണ്ട് പേഴ്സണലി പറയുകയാണെങ്കിൽ നമ്മളുടെ എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ വോയിസിനാണെങ്കിലും ബാക്കി ഇൻസ്ട്രുമെൻസിനൊക്കെ പണ്ടുണ്ടായിരുന്നൊരു ബോഡി ഉണ്ട്. അതിപ്പോൾ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വളരെ സംശയകരമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല അതിലുപരി വോയിസിന് കൊടുത്തിരുന്ന ഇമ്പോർട്ടൻസ് ഇപ്പോൾ വളരെ കുറവാണ്. പണ്ടെന്ന് പറയുമ്പോൾ വോയിസ് തന്നെയായിരുന്നു മെയിനായിട്ടും. ഇപ്പം അങ്ങനെയല്ല, ഓർക്കസ്ട്രയുടെ അതിപ്രസരം കുറച്ച് കൂടുതലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കാലഘട്ടം അതാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ നമുക്കതിനൊപ്പം തന്നെ പോകാമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരുപാട് പാട്ടുകാരുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊക്കെ വന്ന് ആ ഒരു കാലഘട്ടം പോലെയല്ല ഇപ്പോൾ എല്ലാ വർഷവും എത്രയോ പുതിയ ഫീമെയിൽ സിംഗേഴ്സാണ് വരുന്നത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അവസരങ്ങളുമുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് ഒരുപാട് പേരുടെ പാട്ടുകൾ കേൾക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല, ഇപ്പോൾ റിയാലിറ്റി ഷോസിലൂടെ ഒരുപാട് പേര് ഇപ്പോൾ വരുന്നുണ്ട്. കൊച്ചു കുട്ടികളൊക്കെ പാടുന്ന കേട്ടാൽ തന്നെ നമ്മൾ അല്ലേ കണ്ണ് തള്ളിപ്പോവും. കാരണം ഇവരൊക്കെ വലുതാവുമ്പോൾ എന്തായിരിക്കും പാടുന്നതെന്നുള്ള പിന്നെ 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 അല്ല, അത് നല്ലൊരു, അതെനിക്ക് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അപ്പം ഞങ്ങളുടെയൊക്കെ സമയത്ത് ഇങ്ങനത്തെ റിയാലിറ്റി ഷോസോ അല്ലെങ്കിൽ ചാനലുകളേ ഇല്ല. എനിക്ക് തോന്നുന്നത് കഴിവുള്ളവർ അന്നും ഉണ്ടായിരുന്നു. പക്ഷേ അതേ ഞാൻ പറഞ്ഞു തന്നതാ. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെ കടന്നു വരുന്ന പോലെ അവർക്ക് കടന്നു വരാനുള്ളൊരു പ്ലാറ്റ്ഫോം ഇല്ല. അപ്പോൾ അതില്ലാതെ പോയത് കൊണ്ട് തന്നെ എത്രയോ പാട്ടുകാരികളൊക്കെ എവിടേക്കോ ഇരിക്കണ്ടാവും, വേറെ ജോലിയൊക്കെ ആയിട്ട് പോയി. അപ്പോൾ അവർ അല്ല, എന്നോട് തന്നെ നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോൾ എന്നോട് പലരും അത് പറയാറുണ്ട്. കാരണം നമ്മളൊക്കെ അന്ന് പാടുമായിരുന്നു, പക്ഷേ പിന്നീട് ജോലിയും അല്ലെങ്കിൽ ജീവിത പ്രാരാബ്ദമൊക്കെ ആയിട്ട് അങ്ങനെ മാറിപ്പോയി. പിന്നെ ആ പാട്ടിന് ടച്ച് വിട്ടുപോയി. പലരുമൊക്കെ വിൻ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. യൂണിവേഴ്സിറ്റിയിലൊക്കെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ള 2-3 വർഷമൊക്കെ അടുപ്പിച്ച് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ എനിക്ക് പേഴ്സണലി അറിയാവുന്നവരുണ്ട്. അവരൊക്കെ ചില പുറം രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും ഇവൻ കേരളത്തിൽ തന്നെയാണെങ്കിലും ഒക്കെ പല ജോലിയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് വലിയൊരു ഗുണമാണ്. പക്ഷേ അവരത് തിരിച്ചറിഞ്ഞ് അവരുടെ പേരൻസ് കൃത്യമായിട്ട് അവരെ ഗൈഡ് ചെയ്ത് നല്ല റൂട്ടിലൂടെ തിരിച്ചുവിടാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. നല്ലൊരു ഭാവി കണ്ടെത്തി അവർ തന്നെ, കാരണം അവർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യണം. കാരണം ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് നമ്മളൊരു 15-16 വയസ്സിൽ മനസ്സിലാക്കിയ കാര്യം അവരിന്ന് 12-13 വയസ്സിൽ മനസ്സിലാക്കുകയാണ്. നമ്മളെക്കാളും എഹെഡാണ് അവർ പല കാര്യങ്ങളിലും. അപ്പോൾ തീർച്ചയായിട്ടും അവരതറിഞ്ഞ് പ്രവർത്തിക്കണം എന്നുള്ളതാണ് അഭിപ്രായം. തീർച്ചയായിട്ടും ദാസേട്ടനൊക്കെ ഒത്തിരി പ്രോത്സാഹനം തന്നിട്ടുണ്ട്. കാരണം ദാസേട്ടൻ, ഞാൻ വെങ്കലത്തിൽ 10 വെളുപ്പിന് പാടിയ സമയത്ത് അദ്ദേഹം എറണാകുളത്തൊരു സ്റ്റുഡിയോയിൽ ഒന്ന് പാടുമായിരുന്നു, തോപ്പുംപടിയിൽ സാന്റാ സിസിലിയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരിക്കലും ഞാനിങ്ങനെ പാടിക്കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് ദാസേട്ടൻ പാടാൻ വരിക. അപ്പോൾ ഞാൻ അവിടെ എന്നെ കണ്ടപ്പോഴത്തേക്കും എൻ്റെ അടുത്തൊരു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ദാസേട്ടൻ പാടി കഴിയണവരെ നീ അവിടെ നിനക്ക് തിരക്കില്ലെങ്കിൽ നിൽക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തിരക്കൊന്നുമില്ല, ഇനി തിരക്കുണ്ടെങ്കിൽ മാറ്റി വയ്ക്കും. അപ്പോൾ ദാസേട്ടൻ അവിടെ അതിന് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയൊക്കെ ഉണ്ടായി. അപ്പോൾ നീ ഇപ്പോൾ തുടക്കക്കാരനാണ്, അപ്പോൾ ഒരുപാട് കാര്യം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി തരികയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ദാസേട്ടനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ അടുത്ത് പോലും എനിക്ക് ആരോ അയച്ചു തന്നു, അദ്ദേഹം ഗൾഫിൽ ഏതോ രാജ്യത്ത് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ എൻ്റെ പേര് പ്രത്യേകം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പാട്ടുകാരിലൊരാളെന്ന രീതിയിൽ പ്രത്യേകം എടുത്ത് പറയാൻ ഞാൻ അയ്യോ തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ പോയപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഡാലസിലാണ്. അപ്പോൾ ഞാൻ വരുന്നതിന് 2 ദിവസം മുമ്പ് എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പറ്റിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് പോയിരുന്നെങ്കിലും അന്ന് എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു, അത് നേരിട്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ പക്ഷേ ഞങ്ങൾ ഫോണിൽ സംസാരിക്കുകയൊക്കെ ഉണ്ടായി. സ്വന്തമായി പാടിയ ഗാനങ്ങളിലേക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ മറ്റാരെങ്കിലും പാടിയതും സംഗീതം നൽകിയതുമായിട്ടുള്ള ഗാനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട? തീർച്ചയായിട്ടും ദാസേട്ടനും ജയേട്ടനൊക്കെ എത്ര നല്ല പാട്ടുകൾ നമുക്ക് തന്നേക്കുന്നത്. അതിലെനിക്കിപ്പോൾ ദാസേട്ടൻ്റെ പാട്ട് പറയുകയാണെങ്കിൽ, അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ഒരുപാട് ഗാനങ്ങളുണ്ട്. അതെ. കാരണം ദാസേട്ടൻ്റെ പാട്ടുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ കിടക്കുകയാണല്ലോ 10,000-കണക്കിന് പാട്ടുകൾ. പാടാൻ പറയുമ്പോൾ പോലും ഏത് പാടണം അതെ, കൺഫ്യൂഷനാണ്. അതെ. അതുപോലെ തന്നെ ആൽബങ്ങളിൽ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. ആൽബം സോങ്സിൽ ഇപ്പോൾ നിനക്കായി തോഴി പുനർജനിക്കാം
ഇനിയും ജന്മങ്ങളൊന്നു ചേരാം. അതേപോലെയാണ് ഇഷ്ടമാണെന്നാദ്യം ചൊല്ലിയതാരാണ്, അറിയില്ല ഞാനോ നീയോ. അങ്ങനെ ഒത്തിരി ഹിറ്റ് സോങ്സ് ഇതൊക്കെ ഉണ്ട്. വളരെ നല്ല എന്നും ഓർത്തിരിക്കുന്ന പിന്നെ ചിത്ര ചേച്ചിയായിട്ട് ദൂരദർശനിൽ എപ്പോഴും വരുന്നൊരു പാട്ടുണ്ട്. പകൽ വാഴും ആദിത്യൻ പടിഞ്ഞാറസ്തമിച്ചു, പടിപ്പുരവാതിൽക്കൽ കിളിച്ചിലച്ചു. അത് ഈ പറഞ്ഞ പോലെ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. ആർക്കിപ്പോ ഇതിന്റെ കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ളത്? ഡുവേറ്റ് ചിത്ര ചേച്ചിയും സുജാത ചേച്ചിയും ആയിട്ട് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ആണോ? അതില് ഇപ്പോൾ നേരത്തെ പറഞ്ഞ മനസ്സിൽ കുളിര് കോരും എന്നുള്ള പാട്ട് ചിത്ര ചേച്ചിയായിട്ടാണ്. സുജാത ചേച്ചിയായിട്ട് മുന്തിരിച്ചേലുള്ള പെണ്ണെ, പിന്നെ ഇന്ദ്രപ്രസ്ഥം സിനിമയിലെ മഴവില്ലിൻ കൊട്ടാരത്തിൽ മണിമേഘത്താളം തട്ടി ശൃംഗാരം. അങ്ങനെ ഒത്തിരി രണ്ടുപേരായിട്ടും ഈക്വലി നമ്മുടെ മിൻമിനിയായിട്ട് അതെ പാടിയിട്ടുണ്ട്. അതേപോലെ ഉണ്ട്. സ്വർണ്ണലത, പിന്നെ പുതിയ ജോത്സന, അല്ലെങ്കിൽ അങ്ങനെ റിമി. ജോത്സനായിട്ട് പാടിയ രവീന്ദ്ര മാഷ സിനിമയിൽ സൽപ്പേര് രാമൂട്ടി എന്ന സിനിമയിൽ കളിയാടി തളിർ ചൂടും ലെബനോണിൻ എന്ന് പറഞ്ഞൊരു പാട്ട്, നല്ലൊരു പാട്ടാണ്. രവീന്ദ്ര മാസ്റ്ററുടെ ഒരു കയ്യൊപ്പുള്ളൊരു പാട്ടാണ്. അന്ന് ഞങ്ങൾ ആക്ച്വലി ഒരു ചാനൽ പ്രോഗ്രാമിൽ ഞാനും ജോത്സനും കൂടി പങ്കെടുക്കുന്ന സമയത്ത്, ലൈവ് ഷോ ആണ്, ഓൾ വേൾഡ് മുഴുവൻ ലൈവായിട്ട് കാണുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ മാഷിനെ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ ഗസ്റ്റായിട്ട് മാഷിനെ വിളിച്ചു. മാഷ് ഇങ്ങനെ വിളിച്ചിട്ട് ഒരു കോളറിനെ പോലെ. അപ്പോൾ മാഷ് പറഞ്ഞു, എടാ ആരെ കൂടെ പാടുന്നു, ആ കുട്ടി നന്നായിട്ട് പാടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ജോത്സന എന്നൊരു പുതിയൊരു കുട്ടിയാണ്, അപ്പോൾ എന്തായാലും അവളെ ഞാൻ എൻ്റെ അടുത്ത സിനിമയിൽ ഒരു പാട്ട് പാടാൻ വിളിക്കും ഓ, എന്ന് ശരി. മാഷ് ഇങ്ങനെ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞ് മാഷ് എൻ്റെ ഒരു 1-2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞിട്ട് അവൾക്ക് ഞാനൊരു പാട്ട് വെച്ചിട്ടുണ്ട്, അനിൽ ബാബുവിൻ എൻ്റെ സിനിമയിലൊരു പാട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ 2 രൂപയ്ക്ക് ആ പാട്ട് പാടുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഈ പാട്ട് ജോത്സനെ കൊണ്ട് മാഷ് ആ പാട്ട് പാടിപ്പിക്കുന്നത്. പാടിച്ചത്. ജോത്സന് ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം എനിക്ക് തോന്നാനില്ല പിന്നീട് രവീന്ദ്ര മാഷ് വേറെ പാട്ടുകൾ പാടാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു വിജയൻ പാടിയെന്ന് മാത്രമല്ല ഒരുപാട് പുതിയ ആളുകൾക്കുള്ള ഒരു അവസരങ്ങൾ കൂടി ഇല്ലേ പിന്നെ തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലേ ഒരു പിന്നെ തീർച്ചയായിട്ടും ഒത്തിരി സിംഗേഴ്സ്, അവരുടെ. അതുപോലെ എൻ്റെ ഗാനമേളകളിലൂടെയും ഒരുപാട് സിംഗേഴ്സ് ഈ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാ വിജയന്റെ ഇപ്പോഴത്തെ ഒരു സംഗീത ലോകം എങ്ങനെയാണ് ഇപ്പൊ ഈ വിജയന്റെ ഇത് കടന്നു പോകുന്നത്? എന്തെല്ലാം പരിപാടികളാണ്? പിന്നെ പ്രധാനമായിട്ടും വിദേശ പരിപാടികളാണോ അല്ലെങ്കിൽ എങ്ങനെയാണ്? ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ന്യൂസിലാൻഡായിരുന്നു, ഇപ്പോൾ ഈ അടുത്ത ആഴ്ച മസ്കറ്റിൽ പോകണു. അപ്പോൾ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ ഇവിടെയുള്ള പ്രോഗ്രാം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു മെയ് വരെ ആണ് നമ്മുടെ, മെയ് ആകുമ്പോഴത്തേക്കും സീസൺ കഴിഞ്ഞു. പിന്നെ ഇൻ ബിറ്റ്വീൻ സമയത്ത് കൂടുതലും പുറത്ത് ഷോസ് ഉണ്ടാവും, പിന്നെ റെക്കോർഡിങ്സ്. അതുപോലെ ആൽബം ആണെങ്കിലും ഇപ്പോൾ ആൽബം അല്ല, ഇപ്പോൾ യൂട്യൂബ് പർപ്പസിനുള്ള റെക്കോർഡിങ്സ് ആണ്, എല്ലാം യൂട്യൂബിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ. അതിപ്പോൾ ഇന്നലെയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഫിലിം ഇടയ്ക്ക് ഫിലിം ഇപ്പോൾ 2 ഇറങ്ങാനുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരെണ്ണം പാടിയിരുന്നു, ഒരു യൂത്തിൻ്റെ പടമാണ്. സ്കൂൾ പഠനകാലത്ത് സംഗീതത്തിലേക്ക് എത്തുമ്പം എങ്ങനെയായിരുന്നു പാട്ട് അവസരങ്ങളൊക്കെ? മറ്റു എവിടെയെങ്കിലും കലാപരിപാടികളിലൊക്കെ കിട്ടിയിരുന്നോ അല്ലെങ്കിൽ പങ്കെടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും, കാരണം ആ സമയത്ത് എറണാകുളത്ത് ഒരുപാട് കോമ്പറ്റീഷൻസ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടെയുള്ള പല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും പ്രോഗ്രാമല്ല കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വലിയൊരു അനുഭവമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പേരെ പിന്നീട് ഫേസ് ചെയ്യേണ്ടി വരുന്ന അവസരത്തിലൊക്കെ ഇത്തരം കോമ്പറ്റീഷനിൽ പോയി പാടുക, അതിൽ പ്രൈസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ള വലിയ കാര്യം. ഞാനിപ്പോൾ പലപ്പോഴും ഈ കോളേജുകളിലോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ചില ഫംഗ്ഷനൊക്കെ പലപ്പോഴും പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് പല ഏജ് ഗ്രൂപ്പിലുള്ള ഒരു 10, 40, 30, 50 പേരോടൊപ്പം ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും സമ്മാനം കിട്ടുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. പക്ഷേ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ള വലിയൊരു കാര്യം. കാരണം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് പിന്നീട് നമുക്കതൊക്കെ ഉപകാരപ്പെടുന്നതും, അല്ലെങ്കിൽ പിന്നീട് പാടുമ്പോഴും അതൊക്കെ തീർച്ചയായിട്ടും അയ്യോ അന്ന് നമ്മളത് അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ നമുക്ക് ഇന്നിപ്പോൾ ഇങ്ങനെ പാടാൻ പറ്റുന്നതും. നമ്മളെ സംബന്ധിച്ച് ഒരു 10-50,000 പേരുള്ളൊരു ഓഡിയൻസ് ഉണ്ടെങ്കിലും അതൊരു വിഷയമല്ലാതെ നമുക്ക് പാടാൻ പറ്റുന്നതൊക്കെ തീർച്ചയായിട്ടും ആ ചെറുപ്പ കാലഘട്ടത്തിൽ കിട്ടുന്ന ഇത്തരം അവസരങ്ങളാണ് ഇതിലേക്ക് പറഞ്ഞു വിടുന്നത്. നമ്മൾ ഒരു ശ്രീകൃഷ്ണ ഭക്തിഗാനം പാടി, വിഷു അല്ലേ, ഒരു പാട്ടും കൂടെ ഒന്ന്. പിന്നെന്താ, ചന്ദന ചർച്ചിത നീല കളേബരം എൻ്റെ മനോഹരമേഘം, കായാമ്പൂവിലും എൻ്റെ മനസ്സിലും കതിർമഴ പെയ്യുന്ന മേഘം, ഇത് ഗുരുവായൂരിലെ മേഘം. അപ്പോൾ വിചാര ഒരുപാട് വിശേഷങ്ങളുമായിട്ടാണ് നമ്മുടെ ജനൻ ടി വിക്കൊപ്പം നമ്മുടെ പ്രേക്ഷകർക്കൊപ്പം വിചാരം കൂടിയത്. സംഗീതത്തിൻ്റെ എല്ലാ കാലങ്ങളും അറിഞ്ഞ ആളാണ്. കഴിഞ്ഞ തലമുറയ്ക്കൊപ്പവും അല്ലെങ്കിൽ അന്നത്തെ പ്രശസ്തരായ ഗായകരോടൊപ്പവും പുതുതലമുറയിലെ കുട്ടികളോടൊപ്പവും എല്ലാം പാടുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം ചെയ്ത
ഒരു അനുഗ്രഹീത കലാകാരൻ. അത് അങ്ങയുടെ പാട്ട് കേൾക്കുന്ന എല്ലാവരും ഒരേപോലെ വിലയിരുത്തുന്ന കാര്യമാണ്. അത് പ്രത്യേകം നമ്മളാരും എടുത്ത് പറയേണ്ടതുമല്ല. ഇത്രയധികം സമയം നമ്മളോടൊപ്പം സിനിമാ ഗാനങ്ങളും ഒപ്പം തന്നെ ശ്രീകൃഷ്ണ ഗാനങ്ങളും എല്ലാമായി ആ ഒരു സമയം പോയത് അറിഞ്ഞില്ല. വിച്ചറിനോടൊപ്പം സംസാരിച്ചിരിക്കുമ്പോൾ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ മുന്നോട്ട് പോയ വിച്ചറിന് ഒരിക്കൽ കൂടി താങ്ക്സ്. ജനം ടിവിയുടെ നന്ദി പറയുന്നു. ഒരുപാട് സന്തോഷം ജനം ടി വിയുടെ മാന്യ പ്രേക്ഷകരുമായിട്ട് സംവദിക്കാൻ ഇങ്ങനൊരു അവസരം തന്നതിൽ. എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു എക്സ്ക്ലൂസീവ് പ്രോഗ്രാം ഈ അടുത്തൊന്നും ചെയ്തിട്ടില്ല ജനം ടി വിക്ക് വേണ്ടി. ഒരുപാട് സന്തോഷം. കാരണം എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് നല്ല ആളുകൾ ജനം ടി വിയുടെ പ്രേക്ഷകരായിട്ടുണ്ടെന്നുള്ള എനിക്കറിയാം. അത് ഈ ഒരു വിഷു സമയത്ത് ഇങ്ങനൊരു ഇൻ്റർവ്യൂ നടത്തിയതിൽ ഒരുപാട് സന്തോഷം. ജനം ടി വിയോടൊപ്പം വിഷു ആഘോഷിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.